മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാൻ LDF സ്ഥാനാർത്ഥികൾ വിജയിക്കണമെന്നും അവരെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം വോട്ടർമാർ നിറവേറ്റണമെന്നും NCP-S ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM സുരേഷ് ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ അടുത്ത് പോലും ഇത്തരം ചില ചിന്തകൾ വന്നിട്ടുണ്ട്. എന്താണ് ഇനി അത് ഇന്ത്യ മുന്നണി ജയിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയമായ കാലാവസ്ഥ വെച്ചുകൊണ്ട് നോക്കിയാൽ എന്ത് തന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഇന്ത്യ മുന്നണി അതീവ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് പുറത്തേക്ക് വരുമെന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 303 സീറ്റ് നേടി വിജയിച്ചു വന്ന ഈ BJP-യുടെ NDA മുന്നണി തറപറ്റാൻ പോകുന്ന തെരഞ്ഞെടുപ്പായി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുൻകൂട്ടി കാണണം. ആ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിലാണ് പ്രിയമുള്ളവരെ നിങ്ങളും ഞാനും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങളിലും മറ്റ് അപകടങ്ങളിലും പെട്ട് മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ നിന്നും പോലും തട്ടിയെടുത്ത് ദിവസങ്ങളോളം നടുറോഡിൽ വെച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വിലപേശൽ സമരം മനസാക്ഷിയില്ലാത്ത പ്രാകൃത സമര രീതിയാണെന്നും മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ് സമരം UDF ഉപേക്ഷിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. NCP-S ജില്ലാ പ്രസിഡന്റ് KP രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ PJ കുഞ്ഞുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ CPK ഗുരുക്കൾ, TN ശിവശങ്കരൻ, ആലിസ് മാത്യു, PV അജ്മൽ, EA മജീദ്, CR സജിത്, KT മുജീബ്, P മധു, MC ഉണ്ണികൃഷ്ണൻ, KV ടോമി, ഹംസ പാലൂർ, EA നാസർ, ലീന മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. മുഹമ്മദ് അലി ശിഹാബ് സ്വാഗതവും PM ഹാരിസ് ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.